समप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। യഥാർത്ഥത്തിലുള്ള യദുവംശം അല്ലെങ്കിൽ ഹരിവംശം ആരംഭിക്കുന്നത് യദുവിൽ നിന്നാണ്. യയാതിയുടെ പുത്രൻ യദുവിൽ നിന്നാണ്. യയാതിയുടെ കഥ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചിട്ട് ആ കഥ അവിടെ വളരെ സംക്ഷിപ്തമായും വളരെ പെട്ടെന്ന് ഓർക്കാപ്പുറത്തങ്ങ് നിർത്തിയിട്ട് വേറെ ഒരു വഴിക്ക് തിരിഞ്ഞതാണിത്. അതായത് ഈ 9 മനുക്കളുണ്ട്. സ്വയംഭുവൻ തുടങ്ങിയിട്ടുള്ള 9 മനുക്കളുണ്ട്. ആ മനുക്കളിൽ ഒരാളുടെ വിവരമാണ് പിന്നീട് വർണ്ണിച്ചിങ്ങോട്ട് പോരുന്നത്. അങ്ങനെ വന്നാണ് യുവനാശ്വനിൽ വന്ന് എത്തിയിട്ട് ധുന്ധുമാര ചരിതം എന്ന് പറഞ്ഞ് അത് അയാളുടെ നിഹനനത്തോടെ അവസാനിക്കുകയാണ്. അതിൽ യുവനാശ്വൻ്റെ വംശകരനായ ഏറ്റവും അടുത്ത, അതിനിടയ്ക്ക് രാജാക്കന്മാർ വിട്ടുപോയിട്ടുണ്ട്, അത് വ്യാസൻ വർണ്ണിക്കുന്നില്ല, വംശകരനും അഖില ഭാരത പ്രശസ്തനുമായ ധനികനും വലിയ സമൃദ്ധി രാജ്യത്തിന് ഉണ്ടാക്കിക്കൊടുത്തവനുമായ വ്യക്തിയാണ് ജരാസന്ധൻ. മഗധ രാജ്യത്തിൻ്റെ അന്നത്തെ ഭാരതത്തിലെ ഏറ്റവും വലിയ ജനപദമായിരുന്നു മഗധം. അവിടെയാണ് ഏറ്റവും നല്ല പാട്ടുകാരുണ്ടായിരുന്നത്. അതാണ് സൂതമാഗധ എന്ന് പറയുന്നത്, വന്ദികൾ എന്ന് പറയുന്നത് കൊണ്ടാണ്. അവിടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ സൂതന്മാരുണ്ടായിരുന്നത്. അവരാണ് രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ഇറങ്ങി നടന്ന നമ്മുടെ കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന പാണന്മാരെ പോലെ പ്രാചീനമായ കഥകൾ ക്രോഡീകരിച്ച് രാജാക്കന്മാരെ പാടി കേൾപ്പിച്ച് അവരെ പ്രചോദിപ്പിച്ചും ആനന്ദിപ്പിച്ചും കൊണ്ടിരുന്നത് ഇവരായിരുന്നു, ഈ സൂതന്മാരായിരുന്നു. അക്കൂട്ടത്തിൽ വളരെ പ്രഗത്ഭന്മാരായ യുദ്ധവിദഗ്ധന്മാരും പണ്ഡിതന്മാരും യോഗികളും സന്യാസികളും ഒക്കെ ഉണ്ടായിരുന്നു. ത്യാഗികളും ഒക്കെ ആയ സൂതന്മാരും ഉണ്ടായിരുന്നു. ജരാസന്ധന്റെ കാലത്തല്ല, അതിന് മുൻപ് മഗധയില് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, വളരെ മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. ആ സൂതപരമ്പരയാണ് ഈ കഥാകഥന നിർവഹണം ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു സൂതനാണ് തേരോടിക്കലും ഉണ്ടായിരുന്നവർക്ക്. ഇവരെ തേരോടിക്കാനിരുത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പഴയ വീരചരിതങ്ങൾ പറഞ്ഞ്, തേരോടിക്കാൻ അറിയാം, പഴയ വീരചരിതങ്ങൾ പറഞ്ഞ് രാജാവിനെ പ്രചോദിപ്പിക്കണം. ഈ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥയും കൂടി പറയുകയും ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് യുദ്ധം ഇവിടെ വെച്ച് തൽക്കാലം നിർത്തുകയാണ് എന്ന് പറയുമ്പോഴുള്ള വിശ്രമ സമയത്ത് ഈ കഥകളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കും. ഇങ്ങനെ അങ്ങനെയാണ് കഥ പറയാൻ പഠിക്കുന്നത്. അങ്ങനെ വേദ കാലത്ത് മാര്യവംശം എന്ന് പറഞ്ഞ ഒരു വംശത്തിലെ മഹാധീരനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം അനേകായിരം ഭടന്മാരെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കൂടി 2 പേര് മാത്രം നിന്ന് മറ്റ് സൈന്യങ്ങളില്ലാതെ നേരിടുകയായിരുന്നു. അവർ പോയത് പശുവിനെ കെട്ടി വലിച്ചുള്ള തേരിലായിരുന്നു. എന്നുവെച്ചാൽ അവർക്ക് യുദ്ധം ശീലമല്ല, അതുകൊണ്ടാണ് കുതിരത്തേരില്ലാത്തത്. പശുവിൻ്റെയും കാളയുടെയും തേര് പിന്നീട് ഈ പുരോഗതി വന്നതോടെ പശുവിനെ തേരിൽ കെട്ട് ഇല്ല എന്നുള്ളൊരു നിലയിലേക്ക് വന്നു. അത് പശു ഭൂമി ഗോരൂപം ധരിച്ചത് കൊണ്ടാണ് ഈ പശുവിനെ കൊല്ലുന്നത് ഭൂമിയെ കൊല്ലുന്നതിന് തുല്യമായ ചിന്ത വന്നതിൽ നിന്നാണ് പശുവിനെ കൊല്ലാൻ പാടില്ല എന്നുള്ള ധാരണ ഭാരതത്തിലെമ്പാടും, പ്രത്യേകിച്ച് ഉത്തര ഭാരതത്തിൽ അങ്ങനെ ഒരു ധാരണ വരാനുള്ള കാരണം അതാണ്. പിന്നെ പശു പലപ്പോഴും ധനത്തിൻ്റെ സിമ്പലായിരുന്നു. ഇപ്പോൾ പശുവിനെ കൊല്ലുന്നതിനേക്കാൾ നല്ലതാണ് പശു ജീവിച്ചിരിക്കുന്നത്. കാരണം കറന്ന് പാലിൻ്റെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ കൽപ്പകവൃക്ഷം പോലെയാണ്.
കറന്ന് പാലെടുക്കാം, പാലിൽ നിന്ന് തൈരുണ്ടാകും, മോരുണ്ടാകും, വെണ്ണയുണ്ടാകും, നെയ്യുണ്ടാകും. പിന്നെ ഏറ്റവും പ്രശസ്ത ഔഷധമായ ആരോഗ്യത്തെ നിലനിർത്താൻ പറ്റുന്ന പഞ്ചഗവ്യം ഉണ്ടാക്കിയെടുക്കാം, ഗോമൂത്രം കൊണ്ട്. അപ്പോൾ ഗോമൂത്രവും ഇത് 5ഉം ചേർത്തിട്ട്, ആണോ? ചാണകമൊക്കെ ചേർക്കും അതിനകത്ത്. അങ്ങനെ ചേർത്ത് പഞ്ചഗവ്യം ഉണ്ടാക്കിയെടുക്കാം, ക്ഷീരബല ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾക്ക് ഉപയുക്തമാകുന്ന ഒരു മൃഗം പശുവിനെ പോലെ വേറെ ഇല്ല. അതുകൊണ്ടാണ് ഈ പശുവിനെ കൊല്ലാൻ പാടില്ല എന്നുള്ള. അപ്പോൾ ഈ പിന്നെ ഭൂമാതാവ് അല്ലെങ്കിൽ ഭൂമി ദേവി എന്നുള്ള ഒരു കഥയും കൂടി ഇതിനകത്തുണ്ട്. അതിനോട് ചേർന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ കഥ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഗോവിനെ പൂജിക്കണം എന്നുള്ള ഒരു ധാരണ വന്നത്. പക്ഷെ അതൊക്കെ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് അതിൽ വേണ്ടുന്ന മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. ജനങ്ങളുടെ കൂട്ടായ ഇഷ്ടാനിഷ്ടങ്ങൾ വരുമ്പോൾ ചെയ്യരുതാത്ത കാര്യമാണെങ്കിലും ചെയ്താൽ അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതല്ലാതെ അതിൽ ഏതെങ്കിലും സംഘടനകളോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ ഒക്കെ ഏർപ്പെടുന്നത് കലാപത്തിന് കാരണമാകും എന്നുള്ളതല്ലാതെ അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഗുണകരമായ പരിഹാരങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ പശുവിനെ ചെറിയൊരു തേരുണ്ട്, അത് കൊയ്ത കറ്റകൾ കൊണ്ടുവരാൻ ഉള്ളതാണ് ഈ തേര്. അപ്പോൾ അത് പശുവിനെ കൊണ്ടും വലിപ്പിക്കും, കാളയെ കൊണ്ടും വലിപ്പിക്കും. ചിലയിടത്തൊക്കെ കാളയ്ക്ക് കാളൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, മറ്റേ നമ്മുടെ കൂട്ടാനായിട്ടുള്ള കാളനല്ല. അപ്പോൾ അങ്ങനെ കാളന്മാർ. ഇപ്പോൾ കണ്ണൂർ വടക്കോട്ട് ചെല്ലുമ്പോൾ കാളകൾ എന്നുള്ളതിനെ പറയുന്നത് കാളന്മാർ. കാളന്മാരെന്നും പറയില്ല, കാളന്മാർ എന്ന് പറയും. ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഇത് എന്തിനെക്കുറിച്ചാണ് ഇവർ പറയുന്നത് എന്ന് നമുക്ക് സംശയം തോന്നും. ഇവിടെ നിന്ന് ചെല്ലുന്നവർ കൊള്ളരുതാത്തവരും ചതിയന്മാരും വഞ്ചകന്മാരുമായിട്ടാണ് അവർ കാണുന്നത്. സ്റ്റേറ്റുകാരെന്നാണ് പറയുന്നത്, സ്റ്റേറ്റുകാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാളന്മാർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു വാക്കാണ് എന്ന് തോന്നി. പിന്നീട് പല കാര്യങ്ങളും സംസാരിച്ച് വരുമ്പോഴാണ് ഈ കാളന്മാർ, അതുപോലെ പിന്നെ പിള്ളകൾ എന്നുള്ളതിന് പുള്ളന്മാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് വളരെ രസമാണ്. പിന്നെ അതിൻ്റെ ഒരു താളവും അതിൻ്റെ സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ ഇമ്പമുള്ളതാണ്, നല്ല കേൾക്കാൻ സുഖമുണ്ട് അതിന്. മറ്റേ എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്? മട്ടന്നൂര് ഉണ്ടായിരുന്നതുകൊണ്ട് അത് പെട്ടെന്ന് മനസ്സിലാവും. ഇതിൽ ഈ പ്രാചീന കഥകൾ പറഞ്ഞിട്ട്, അപ്പോൾ ഈ കഥ ഭാര്യയും ഭർത്താവും കൂടി ആയിരക്കണക്കിന് വരുന്ന ഒരു സൈന്യത്തെ നേരിടുകയാണ്. തിരിഞ്ഞോടിക്കളയാനേ തോന്നുള്ളൂ ആ സമയത്ത്. തിരിഞ്ഞോടിക്കളയാതെ തങ്ങളുടെ കൃഷിഭൂമിയും തങ്ങളുടെ കുടുംബത്തെയും തങ്ങളുടെ മക്കളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി സൈന്യം ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പശുത്തേരിൽ ചെന്ന് ഭാര്യയും ഭർത്താവും കൂടി ഏകോപിച്ച് തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് ഒറ്റത്തേരിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. ഒറ്റ തേരിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത് ഇവരെ തുരത്തി എന്നുള്ളതാണ് അതിൻ്റെ പഴയ പാട്ട്. നമ്മുടെ ഉണ്ണിയാർച്ച പാട്ട് പോലെ അവർക്കുള്ള പാട്ട് ഉള്ള ഇതായിരിക്കും. അങ്ങനത്തെ ഒരു സ്ത്രീ ആയിരിക്കണം. എന്തായാലും അവർ അത് ഓടിച്ചു കളഞ്ഞു, തുരത്തിക്കളഞ്ഞു, അതിൽ വിജയിയായി വന്നു. അതിൽ ഏറ്റവും കൂടുതൽ ധീരമായിട്ട് പൊരുതിയത് ഭാര്യയായിരുന്നു, ഭർത്താവല്ല. ഭർത്താവിനെ പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതുണ്ടല്ലോ. ഇവർക്കത് കൃഷിഭൂമി രക്ഷിക്കണം, മക്കളെ രക്ഷിക്കണം. അപ്പോൾ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് അടിച്ചങ്ങ് കയറിക്കൊടുത്ത് മൂപ്പിലെ അത്തി. അങ്ങനെ അവിടെ നിന്ന് വിജയശ്രീ ലാളിതരായി. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു പ്രയോഗം. വിജയശ്രീ ലാളിതരായി. ഇനിയിപ്പോൾ അത് മാറ്റിയിട്ട് വിജയശ്രീ താടിതരായി എന്ന് പറയത്തക്ക വിധത്തിലേക്ക് മാറിക്കഴിഞ്ഞു കാര്യങ്ങൾ. അങ്ങനെ വിജയശ്രീ താടിതരായി ഇവർ തിരികെ പോകുന്ന കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രാജാവിന് വലിയൊരു ആവേശം വരും.
നമ്മളെ പെണ്ണുങ്ങൾ പോലും അതാണ് നമ്മൾ വളരെ പ്രാചീനമായ കാലത്ത് ഋഗ്വേദത്തിൻ്റെ കാലത്ത് പെണ്ണുങ്ങളെ യുദ്ധത്തിന് പോയിട്ട് ആ യുദ്ധത്തെ നയിച്ചത്. അത് അപ്പോൾ അങ്ങനെ അത് ആ പശുവിൻ്റെ തേരിന് അങ്ങനെ ഒരു പ്രാധാന്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇയാളിൽ ഉറങ്ങി കിടന്നിരുന്ന അന്തശക്തികൾ സടകുടഞ്ഞ് എഴുന്നേക്കും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് ഇവരെ പ്രചോദിപ്പിക്കുക, പിന്നെ സൽക്കഥകൾ പറഞ്ഞു കൊടുത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഇതൊക്കെ അന്ന് സൂതന്മാരുടെ പണിയായിരുന്നു ഈ തേരോടിക്കുന്നതിനോടൊപ്പം. അതിലെ ഒരു സൂതൻ വന്നിട്ടാണ് നമ്മുടെ ഈ മഹാഭാരത കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോമഹർഷണൻ. അവൻ കഥ പറഞ്ഞിട്ട് പല ആളുകൾക്കും രോമാഞ്ചമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനെ ലോമഹർഷണൻ എന്ന് പേര് വന്നത്. അവൻ്റെ മകനാണ് ഈ കഥ പറയുന്നത് ഉഗ്രശ്രവസ്. ഉഗ്രശ്രവസ് എന്ന് വെച്ചാൽ തനിക്ക് തൻ്റെ ഗുരു പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം മറന്നു പോകാതെ അങ്ങനെ തന്നെ കേട്ട് മനസ്സിൽ കരുതി വച്ചിരിക്കുന്നവൻ, ഉഗ്രമായ ശ്രവണത്തോടു കൂടിയവൻ. അങ്ങനെ ഉഗ്രശ്രവസാണ് ഈ കഥ പറയുന്നത്. അത് ജനമേജയന് വൈശമ്പായനൻ പറഞ്ഞു കൊടുത്ത കഥ ഇയാൾ പിന്നീട് വന്ന് പറയുന്നതായിട്ടാണ് ആ കഥയുടെ. പണ്ടൊക്കെ എല്ലാം കേട്ട് പഠിക്കുകയാണല്ലോ അല്ലേ? കേട്ടും പഠിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എഴുതി പഠിക്കുന്ന ഉണ്ടായിരുന്നുണ്ട്. പിന്നെ താളിയോലകൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ബ്രഹ്മാവ് സരസ്വതി എന്നിങ്ങനെയുള്ള രണ്ട് സങ്കല്പങ്ങൾ അതിപ്രാചീനമായ സങ്കല്പങ്ങളാണ് നമ്മുടെ ഋഷിമാരുടെ. അതിലെ ബ്രഹ്മാവിൻ്റെ ചിഹ്നമാണ് നേർവര. മേലെ കീഴായിട്ടുള്ള നേർവര ബ്രഹ്മാവിൻ്റെ ചിഹ്നമാണ്. വളഞ്ഞുള്ള വക്രമായ വര സരസ്വതിയുടെ ചിഹ്നമാണ്. അപ്പോൾ ഒന്ന് പുരുഷവരയും മറ്റേത് സ്ത്രീവരയുമാണ്. സ്ത്രീവരയാണ് വളഞ്ഞിരിക്കുന്നത്. വളഞ്ഞിരിക്കുന്നത് ആണും പെണ്ണും. അപ്പോൾ അതിനാണ് സൗന്ദര്യം കൂടുതൽ. ഇപ്പോൾ ഒരു നേർരേഖ വരയ്ക്കുന്നത് ഇട്ട് ഒരു വളഞ്ഞ വരയും വരച്ച് നോക്കിക്കോളൂ. വളഞ്ഞ വരയ്ക്കായിരിക്കും ഭംഗി. അതെ, നേർവരയെന്നോ നോക്കാൻ അത് ഇങ്ങനെ കോലുപോലെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ വളഞ്ഞ വരകളെല്ലാം സ്ത്രീ വരയായിട്ട് സങ്കല്പിച്ചത്. അപ്പോൾ ഇത് വളരെ പ്രാചീന കാലം മുതലേ ഉണ്ട്. ഇത് ചേർത്ത് വെച്ചതാണ് സംസ്കൃതത്തിലെ അക്ഷരമാല. അപ്പോൾ ആ തുടങ്ങുന്നത് ഇങ്ങനെ ഒരു വരയോടുകൂടിയാണ്. നേർവര, അത് ബ്രഹ്മാവ്, പിന്നെ രണ്ട് വളവ് സരസ്വതി. അല്ലാതെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഭാഷാശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലെയല്ല. പുതിയ ഭാഷാശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലെയും പറയാം. കാരണം വായിൽ നാക്കെടുക്കുകയല്ലേ, അപ്പോൾ എന്ത് വേണമെങ്കിലും പറയാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കഥ അങ്ങനെയല്ല. ലോകത്തിൽ പൊതുവെ വരമൊഴി ഉറച്ചു കഴിഞ്ഞിട്ടാണ്, അല്ല വാമൊഴി ഉറച്ചു കഴിഞ്ഞിട്ടാണ് വരമൊഴി ഉണ്ടായത് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതിനു മുമ്പേ തന്നെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ബ്രഹ്മാവെന്നും സരസ്വതി എന്നും ഉള്ള ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞതുകൊണ്ട് ലിപിക്ക് പ്രശ്നമില്ല. ഏത് ലിപി എഴുതാ, ഇപ്പോൾ ഠാന്ന് എഴുതുന്നു, ആദ്യൊരു വരയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ വക്രമായ രേഖ വരുന്നത്. വക്രമായ രേഖ സ്ത്രീ രേഖ, മറ്റേ ആ ഒറ്റ വര പുരുഷ രേഖ. അപ്പോൾ അതിലൂടെ ഈ അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഇതിൽ പ്രതിധ്വനിക്കുന്നത്. പാതി ശിവനും പാതി പാർവതിയും. അപ്പോൾ ഇങ്ങനെ പണ്ടേ തന്നെ സങ്കല്പങ്ങളും കഥകളും മിഥോളജിയിൽ ഇതിന് വലിയ പ്രാധാന്യം വന്നിട്ടുള്ളത് കൊണ്ട് ഈ കേട്ട് പഠിക്കുന്നത് എന്താണ്? കേട്ട് പഠിക്കുന്നത് വേദങ്ങളാണ്. എന്താ കേട്ട് പഠിക്കാൻ കാരണം? കാരണം അത് ഉച്ചാരണ പ്രധാനമാണ്. അതുകൊണ്ട് എഴുതി ഇരുന്ന് നമുക്ക് തോന്നുന്നവരെ വായിച്ചാൽ പോരാ. ഉച്ചാരണമുണ്ട്, ആംഗ്യമുണ്ട്. ആംഗ്യമുണ്ട്. അപ്പോൾ ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളോടുകൂടി അതറിയാവുന്ന ഓതിക്കൻ അല്ലെങ്കിൽ ഗുരുനാഥൻ അല്ലെങ്കിൽ ഓത്തൻ, നമ്മുടെ കേരളത്തിൽ രീതിക്ക് പറയുമ്പോൾ ഓതിക്കൻ എന്നും പറയും. ആചാര്യൻ അതങ്ങനെ കാണിച്ച് ഉച്ചരിച്ച് തരണം. എന്നിട്ട് അതനുസരിച്ച് അങ്ങനെ കാണിച്ചാണ് കുട്ടികൾ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് അത് ഈ എഴുതുന്നു എന്നതിനേക്കാളും അതിന് പ്രാധാന്യം കേൾക്കുന്നതിലാണ്. അതുകൊണ്ട് അത് ശ്രുതി പ്രധാനമാണ്, ലേഖന പ്രധാനമല്ല.
അങ്ങനെയാണ് അതിന് ശ്രുതി എന്ന് പേര് വന്നത്. അല്ലാതെ അക്ഷരമാല കണ്ടുപിടിച്ചിട്ടില്ലാഞ്ഞത് കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാവുന്ന ആളുകൾക്ക് അക്ഷരമാല കണ്ടുപിടിക്കാൻ എന്താ പ്രയാസമുള്ളൂ? ഗ്രീസിലെ കാഡ്മസ് എന്ന് പറയുന്ന ഒരാളാണ് അക്ഷരമാല കണ്ടുപിടിച്ചത്. 16 അക്ഷരമാല കണ്ടുപിടിച്ചപ്പോഴേക്കും പുള്ളിയുടെ കൈയും കാലും ഒക്കെ കുഴഞ്ഞു. അപ്പം ആദ്യമായിട്ട് അവിടെയാണോ അക്ഷരമാല കണ്ടുപിടിച്ചത്? യൂറോപ്പിൽ ആദ്യമായിട്ട് അവിടെയാണ്. കാഡ്മസ് എന്ന് പറയുന്ന ദേവനാണ് അക്ഷരമാല കണ്ടുപിടിച്ചത്. 24 അക്ഷരമേ ഉള്ളൂ, കൂടുതൽ അക്ഷരങ്ങളൊന്നും അത് ഇല്ല. അതുകൊണ്ട് ഗ്രീക്ക് ഭാഷ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ അത് പഠിക്കാൻ ഇരുന്നാൽ എനിക്ക് തോന്നുന്നു ഒരു വൈകുന്നേരമാകുമ്പോൾ ഈവനിങ് വാക്കിന് പോകാം പഠിച്ചേച്ച്. അത്ര എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ശ്രമിച്ച് നോക്കിയിട്ടില്ല. ഒന്ന് ശ്രമിച്ച് നോക്കണ്ടേ? അതെടുത്തിട്ട് അക്ഷരമാല എടുത്തിട്ട് അതൊന്ന് നോക്കണ്ടേ, ശ്രമിച്ച് നോക്കണ്ടേ. ഇംഗ്ലീഷിൽ അതിൻ്റെ ഉച്ചാരണം കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഓരോന്നും ഉച്ചരിക്കേണ്ടതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അക്ഷരങ്ങളുടെ എണ്ണവുമില്ല, 24 അക്ഷരങ്ങളേ ഉള്ളൂ. അതങ്ങനെ തന്നെ അനുകരിച്ചാണ് ലാറ്റിൻ ഭാഷയിലും പിന്നെ ഗ്രീക്ക് അല്ല ഇംഗ്ലീഷ് ഭാഷയിലും ഒക്കെ അക്ഷരങ്ങളും ഉച്ചാരണവും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ശ്രമിച്ച് നോക്കാത്തത് കൊണ്ടാണ് നമുക്കത് പഠിക്കാൻ പറ്റാത്തത്. പഠിച്ചാൽ വളരെ രസമാണ്, പെട്ടെന്ന് പഠിക്കുകയും ചെയ്യാം. സംസ്കൃതം അങ്ങനെ കളിച്ച് പെട്ടെന്ന് പഠിക്കാൻ ഒക്കില്ല. പെട്ടെന്ന് പഠിക്കാമെന്നൊക്കെ വെറുതെ പറയാമെന്ന് മാത്രമേ. പഠിക്കുന്നതോറും കാഠിന്യം കൂടും. കൂടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കാഡ്മസ് എന്ന ദേവൻ ഉണ്ടാകുന്നത് വരെ അവിടെ അക്ഷരമാല ഉണ്ടായിരുന്നില്ല. അദ്ദേഹമാണ് അക്ഷരമാലയ്ക്ക് രൂപം കൊടുത്തത്. അദ്ദേഹം ഒരു ശില്പിയുമായിരുന്നു. അങ്ങനെയാണ് അതിന് രൂപം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അത് 14 എണ്ണമാണ് കണ്ടുപിടിച്ചത്. അപ്പം അതുകൊണ്ട് ആദ്യം പ്രാചീന രേഖകളിലൊക്കെ ഈ 14 അക്ഷരം കൊണ്ടാണ് എല്ലാം എഴുതിയിരിക്കുന്നത്. പിന്നീടാണ് അത് 24 അക്ഷരമായിട്ട് വികസിപ്പിച്ചത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അതിൻ്റെ തത്വം കണ്ടുപിടിച്ച് വച്ചിരിക്കുകയാണ്. പിന്നെ എടുത്ത് പ്രയോഗിച്ചാൽ മതി. ഠ തന്നെ ഒരു പ്രത്യേക രീതിയിൽ വളച്ചിട്ടാൽ ഡായായി. മറ്റത് വട്ടപൂജ്യം. ഇത് 2 പൂജ്യമാക്കാവുന്ന തരത്തിൽ ഠ എഴുതിയിരുന്നാൽ അത് ഡായായി. അത് തന്നെ അകത്തേക്കൊന്ന് വളച്ചാൽ ഢായായി. ഒന്നിൻ്റെ കണക്ഷനായിട്ട് മറ്റൊന്ന് വരും. ഇങ്ങനെയല്ല. അതെ, സംസ്കൃതത്തിൽ അക്ഷരം ഇല്ല. ഒരു സംസ്കൃതവും അക്ഷരത്തിൽ ഈ നേർരേഖയും വക്രരേഖയും ആയിട്ടല്ലാതെ ഇല്ല. ഇത് ചിത്രകലയ്ക്കും ബാധകമാണ്. ചിത്രകലയിൽ ഇപ്പോൾ ശകുന്തളയുടെ പടം വരയ്ക്കുമ്പോൾ അത് മുഴുവനും നേർരേഖയിൽ വരയ്ക്കാനൊക്കെ ഇല്ല. വക്രരേഖകൾ വരുമ്പോഴാണ് അതിൽ സൗന്ദര്യം വരുന്നത്. അത് ഏത് ചിത്രമായാലും. അപ്പോൾ വക്രരേഖയും നേർരേഖയും ഋജുരേഖയും. അപ്പോൾ ഋജുരേഖ ബ്രഹ്മരേഖ, വക്രരേഖ സ്ത്രീരേഖ അല്ലെങ്കിൽ സരസ്വതി രേഖ. ഇങ്ങനെയാണ് പണ്ട് മുതലേ നമ്മൾ പഠിച്ചു പോന്നിരിക്കുന്നത്. ഈ ലിപിയുടെ ആഗമത്തെക്കുറിച്ച് വളരെ കൂടുതൽ പഠനങ്ങൾ നടക്കുന്നൊരു കാലമാണിത്. അപ്പോൾ ഇങ്ങനെ പണ്ഡിതന്മാർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വ്യക്തമായിട്ട് അഭിപ്രായപ്പെട്ടിട്ടില്ലെങ്കിലും അതിൻ്റെ വസ്തുത അതാണ്. ധുന്ധുമാരൻ്റെ അന്വയത്തിൽ വംശത്തിൽ വംശകർത്താവായിട്ട് പിന്നീട് വന്നത് ജരാസന്ധനാണ്. ജരാസന്ധൻ്റെ പിതാവ് ഇതുപോലെ തന്നെ വംശകരനായ ധുന്ധുമാര അന്വയം വെച്ച കുടുംബം അന്വയത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹമാണ് ഈ മഗധ സ്ഥാപിക്കുന്നത്. മഗധ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമര കാലം വരെയും തന്നെ വലിയ സമ്പന്നമായ രാജ്യമായി. ഇപ്പോൾ നന്ദവംശത്തിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. 9 നന്ദരാജാക്കന്മാരാണ് മഗധ ഭരിച്ചിരുന്നത്. അത് അച്ഛൻ മകൻ ഇങ്ങനെയാണെന്നും പറയുന്നു. അതല്ല സഹോദരന്മാരാണെന്നൊക്കെ ചരിത്രകാരന്മാരുടെ ഇടയിൽ തർക്കമുണ്ട്. അതിലേറ്റവും അവസാനം ഭരിച്ചിരുന്ന ആളിൻ്റെ പേരാണ് ധനനന്ദൻ. ഈ ധനനന്ദനും നമ്മുടെ അർത്ഥശാസ്ത്രം രചിച്ച ചാണക്യനും ചന്ദ്രഗുപ്തനും. അതിൽ ചാണക്യനുമായിട്ടാണ് പുള്ളി സ്വരച്ചേർച്ചയില്ലാതെ വന്നത്. അങ്ങനെയാണ് ചാണക്യൻ ഇദ്ദേഹത്തിനെതിരായിട്ട് ചന്ദ്രഗുപ്തനെ വളർത്തിക്കൊണ്ടുവന്നത്.
അങ്ങനെയാണ് ചന്ദ്രഗുപ്തൻ, ഇദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ടാണ് ചന്ദ്രഗുപ്തൻ, തെരുവിലെ ബാലനായിരുന്നു ചന്ദ്രഗുപ്തൻ, വലിയ ചക്രവർത്തിയായിട്ട് ഉയരത്തക്ക വിധത്തിൽ യുദ്ധം പഠിച്ച് ചാണക്യനാണ് വളർത്തിയത്. ചാണക്യനാണ് വളർത്തിയത്. വളർത്തച്ഛനാണെന്ന് പറയത്തക്ക വിധത്തിൽ ചാണക്യൻ വളർത്തിക്കൊണ്ടുവന്നതാണ് ചന്ദ്രഗുപ്തനെ. അപ്പോൾ ചന്ദ്രഗുപ്തനും ഈ ധനനന്ദനും തമ്മിൽ വലിയ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ധനനന്ദൻ മരിക്കുന്ന കാലത്ത്, അന്തരിക്കുന്ന കാലത്ത് 90 കോടി സ്വർണ്ണ നാണയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ട്രഷറിയിൽ മിച്ചമുണ്ടായിരുന്നത്. അപ്പോൾ അത് ആ സമ്പത്തിൻ്റെ ഒരു ധാരാളിത്തം കാണിക്കാൻ വേണ്ടി ധനനന്ദൻ തന്നെ. അതുകൊണ്ടാണ് ഈ ധനം എന്ന് ഒരു, അല്ലെങ്കിൽ നന്ദനെ ഉള്ളു പേര്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ധനനന്ദൻ എന്ന് പേര് വന്നത്. അതിനുശേഷം അത് ചരിത്രം തുടങ്ങിയതിന് ശേഷമാണ്. പുരാണ കാലത്താണ് ബൃഹദ്ബലൻ വരുന്നതും ആ ബൃഹദ്ബലൻ്റെ പുത്രനായിട്ട് ജരാസന്ധൻ വരുന്നത്. ആ ബൃഹദ്ബലനാണ് മറ്റേ കാളയെ കൊന്ന് അദ്ദേഹത്തിൻ്റെ പുരത്തിൻ്റെ വാതിൽക്കൽ 5 പെരുമ്പറകൾ ഉണ്ടാക്കി വെച്ചത്. അത് ജരാസന്ധൻ അല്ല, ജരാസന്ധന്റെ അച്ഛൻ. ജരാസന്ധന്റെ അച്ഛൻ. ഇയാളുടെ കാലത്ത് ഉണ്ടത്. അടിക്കും. അടിച്ചാൽ ഇവരെല്ലാവരും മല്ലയുദ്ധ വിദഗ്ധന്മാരാണ്. അപ്പോൾ ഡർബാർ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ ഇതുമേൽ അടിക്കുന്ന ശബ്ദം കേട്ടെന്നാൽ ഡർബാർ നിർത്തി വെച്ചിട്ട് ഈ കുടിക്കാൻ ക്ഷണിക്കുന്ന പോലെയാണ്. അമ്പലത്തിലേക്ക് പോകാനാണ് ഇറങ്ങിയത്. അപ്പോഴാണ് 2 സുഹൃത്തുക്കളായ കുടിയന്മാർ വന്നിട്ടിങ്ങനെ കാണിച്ച് നേരെ പിന്നെ ചാരാ ഷാപ്പിലേക്ക്, ചാരാ ഷാപ്പിൽ പോയില്ലല്ലോ, മറ്റേ എന്താ ബാറിലേക്ക് പോകുന്ന ഇതുപോലെ അദ്ദേഹം വന്ന് ഇവരുമായിട്ട് യുദ്ധം ചെയ്യും. അപ്പോൾ ഈ കാള ആളുകളെ പിടിച്ചു തിന്നുന്നു. ഇത് പരാതിയായി മന്ത്രിമാർ പോയി നോക്കി, സേനാനായകൻ പോയി നോക്കി, ലോക്കൽ പോലീസ് നോക്കി, എന്നിട്ടൊന്നും ഒരു പിടുത്തവും ഇല്ല എന്താണെന്നുള്ളത്. ആളെ കാണാതെ വരുന്നു എന്നുള്ളതല്ലാതെ ഇത് ആര് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ പാടില്ല. പിന്നെ കാളയാണെന്ന് എങ്ങനെ അറിയാം? പിന്നീട് മനസ്സിലാക്കി. അപ്പോൾ ബൃഹദ്ബലൻ വേഷം മാറിയിട്ട് അദ്ദേഹം ഈ സംഭവം നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിന് ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരുന്നു. അതൊരു ചെറിയ കാടാണ്, നാട്ടിലുള്ള ഒരു ചെറിയ കാട്, ഉപവനം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു കാടാണ്. ഇപ്പോൾ ഈ വഴിയാത്രക്കാർ വന്ന് ഇദ്ദേഹത്തെ ഈ ഒരം തമ്മിലിങ്ങനെ മുട്ടുകയും വഴി മാറിക്കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വലിയ അസഹ്യത വരുന്നുണ്ട് ഇദ്ദേഹത്തിന്. കാരണം രാജാവാണല്ലോ വരുന്നത്, രാജാവിനെ മുട്ടി അങ്ങനെ വരാൻ സാധിക്കില്ലല്ലോ. അപ്പോഴാണ് ഒറ്റയ്ക്കാണല്ലോ, അംഗരക്ഷകന്മാരില്ലാതെ വന്നിരിക്കുകയാണല്ലോ എന്ന് രാജാവിന് തോന്നുന്നത്. അപ്പോൾ ആ മുട്ടലും തട്ടലും ഒക്കെ സഹിച്ച് ഒരാൾക്ക് അപ്പോഴായിരിക്കും ഒന്ന് കാർക്കിച്ച് തുപ്പണമെന്ന് തോന്നുന്നത്. അപ്പോൾ നീട്ടി അങ്ങ് കാർക്കിച്ച് ഒറ്റ തുപ്പോട് തന്നെ ചില തരികളൊക്കെ ഇദ്ദേഹത്തിൻ്റെ മേത്തും വീണ് അതെല്ലാം സഹിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസാധാരണമായ വലിപ്പമുള്ള, അങ്ങനെ വലിപ്പമുള്ള ഒരു കാള ഉണ്ടാകാൻ സാധ്യതയില്ലാതിരിക്കെ അങ്ങനെ വലിപ്പമുള്ള, ആനയുടെ വലിപ്പമുള്ള ഒരു കാള ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ നോക്കിയിട്ട് തലയൊക്കെ ഇങ്ങനെ കുലുക്കി ഇങ്ങനെ കാണിച്ചു. അപ്പം അദ്ദേഹം ശ്രദ്ധിച്ചു, വലിയ കാളയായതുകൊണ്ട് കൗതുകം തോന്നി അങ്ങനെ ശ്രദ്ധിച്ചതാണ്. അദ്ദേഹം കുറച്ചും കൂടെ അവിടെ കഴിഞ്ഞപ്പോൾ ഒരാളിങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. വഴിയാണല്ലോ. പിന്നീട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും കാള പോകുന്നുണ്ട്, ആളെ കാണാനില്ല. എന്താണെങ്കിലും അതിനുള്ളിൽ ഇയാൾ എങ്ങോട്ടും നടന്ന് പറയാൻ സാധ്യതയില്ല. വന്ന് കാളയുടെ കൊമ്പെ പിടിച്ചു. അങ്ങനെ കാളയും ഇദ്ദേഹവും തമ്മിൽ വലിയ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ആ യുദ്ധത്തിൽ 2 കൊമ്പിനെ പിടിച്ച് പെടല് തിരിച്ചൊടിച്ച് അതിനെ കൊന്നു. അങ്ങനെ കൊന്നു കഴിഞ്ഞ് വയറ് കയറി നോക്കിയപ്പോൾ ഈ ആള് വയറ്റിനകത്തിരിക്കുകയാണ് കാളയുടെ. മരിച്ചുപോയി. വയറ്റിനകത്തിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ തോല് കൊണ്ടാണ്, ആ കാളയുടെ തോല് കൊണ്ടാണ് അദ്ദേഹം 4 പെരുമ്പറകളുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ നഗരത്തിന് മുമ്പിൽ സ്ഥാപിച്ചത്. ഇതിലൊന്ന് മുട്ടിയാൽ മതി, അത് ജരാസന്ധനും അനുവർത്തിച്ചു പോന്നു. അത് മുട്ടിയാൽ യുദ്ധം കൊടുക്കും എന്നുള്ള അച്ഛൻ്റെ ആ ശപഥം, അച്ഛൻ്റെ ആ ആചാരം ജരാസന്ധനും പാലിച്ചു പോകുന്നു.